വിക്കാൻ്റെ ആളുകൾ ധരിക്കുന്ന അതേപോലത്തെ കോട്ട് മറ്റൊരു പേരിൽ അതിനെ ദുരുപയോഗപ്പെടുത്തി അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ശരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വിയോജിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ പ്രയാസം ഉണ്ടാകരുത്, ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാകരുത്, റാലി ആ കാരണം കൊണ്ട് ഒരു അലങ്കോലമാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്കും ആ ഒരു വിയോജിപ്പുകളൊക്കെ ഉണ്ടായിട്ടും അംഗീകരിക്കാൻ കാരണം നന്മക്ക് വേണ്ടി മാത്രമാണ്, മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചില ആളുകൾ വന്ന് നമ്മളെ പ്രവർത്തകരുടെ അടുക്കൽ നിന്ന് ഈ ബാനർ ചോദിച്ചു വാങ്ങിയപ്പോൾ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങളാണത് പിടിക്കൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നേതാക്കൾ പറയട്ടെ എന്ന് പറഞ്ഞു. അവരൊക്കെ മൗനം സമ്മതം കൊടുത്ത് നേരത്തെ പറഞ്ഞ ആ കോട്ടിട്ട ആളുകൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട്, സമസ്തയുടെ നിസ്സാർത്ഥരായ പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുത്ത് വിട്ടു. അവിടെ മുതൽ പ്രശ്നം തുടങ്ങി. പിന്നെ ആ കമ്മിറ്റിയുടെ ട്രഷററാണ്, ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് അവർ പറയുക. ഒരു നയാ പൈസ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുമില്ല. അടുത്ത ദിവസം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരികയാണ്. ഇതിൽ സമസ്തയുടെ പ്രവർത്തകർ അതിൻ്റെ ആലിമ്യങ്ങളെ ഒരു കാരണവശാലും റാലിയുടെ മുൻവശത്ത് നിർത്താനേ പാടില്ല, കൃത്യമായ ഒരു പാരമ്പര്യം ഇങ്ങനെ ആണല്ലോ എന്ന് സൂചിപ്പിച്ചപ്പോൾ ആ സൂചിപ്പിച്ച പ്രവർത്തകരടക്കം മർദ്ദിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാന്യ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലും ബർക്കത്തിലും ഇസ്സത്തിലുമാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ എടപ്പാറ മേഖലയിൽ വർഷം തോറും നടത്തി വരാറുള്ള സമസ്ത കോർഡിനേഷൻ നബിദിന റാലി, അത് വളരെ രീതിയിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. എങ്കിലും ഈ വർഷം വളരെ അലങ്കോലപ്പെട്ടുകൊണ്ട് വളരെ വ്യസനത്തോടു കൂടെയാണ് ഞങ്ങൾക്കിത് പറയാൻ ഞങ്ങൾ നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നത്. ആ റാലി അതിനെ സംബന്ധിച്ചിടത്തോളം റാലി കഴിഞ്ഞതിന് ശേഷമായിക്കൊണ്ട് വീഡിയോയിൽ പല ആളുകളും പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നിട്ടും പല ഭാഗത്തു നിന്നിട്ടും നമുക്ക് നിർബന്ധമായിക്കൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും നമുക്ക് വിളിക്കുകയും നമ്മളെ സമീപിക്കുകയും ചെയ്തപ്പോൾ നിർബന്ധമായ അവസ്ഥയിലാണ് ഇങ്ങനെ ഞങ്ങൾ മുന്നിൽ സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് സത്യം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട്. അതിന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വരുന്നത്. നമ്മുടെ കോർഡിനേഷൻ ജാഥയെ സംബന്ധിച്ചിടത്തോളം വളരെ ഐക്യത്തോടു കൂടെ റാഹത്തോടു കൂടെ നടത്താൻ വേണ്ടി നേതാക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം കൂടിക്കൊണ്ട് തീരുമാനിച്ച കാര്യമായിരുന്നു. അങ്ങനെ നടത്തേണ്ട ആ യോഗത്തിൽ, ആ കോർഡിനേഷൻ്റെ ജാഥയിൽ വികായയുടെ ആളുകളാണ് എല്ലാ വർഷവും കോട്ട് ധരിച്ചുകൊണ്ട് അതിൻ്റെ വേന പിടിക്കാറുള്ളതും അതേപോലെ തന്നെ ജാഥ നിയന്ത്രിക്കാറുള്ളത്. ഒരു നിലക്കുള്ള ബ്ലോക്കോ ഒന്നുമില്ലാത്ത രീതിയിൽ സ്വലാത്തും അതേപോലെ അസറയ്ക്കും ചൊല്ലിക്കൊണ്ട് വിജയിപ്പിച്ചെടുക്കുന്ന ആ റാലി ഈ വർഷം വളരെ മോശമായ രീതിയിൽ ആര് കണ്ടാലും വെറുക്കുന്ന അറക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രധാനമായൊരു കാരണം വിക്കാൻ്റെ ആളുകൾ ധരിക്കുന്ന അതേപോലത്തെ കോട്ട് മറ്റൊരു പേരിൽ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ്റെ പേര് കോട്ട് അടിച്ച് ഒരു നിലക്കും ഇത്തരം കാര്യങ്ങൾ അധിക ആളുകൾ പങ്കെടുക്കാത്ത അധിക ആളുകളും വന്ന് പങ്കെടുത്തുകൊണ്ട് അതിനെ ദുരുപയോഗപ്പെടുത്തി അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ റാഹത്തോടെ അത് നടത്തിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതിന് വിരുദ്ധമായിക്കൊണ്ട് പല നിരക്കുള്ള പ്രചരണങ്ങൾ നടത്തി അത് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ മുന്നിൽ വരാൻ നിർബന്ധിതമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ നബിദിന റാലി നടത്താൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് യോഗം വിളിച്ചു, സ്വസംഘ എല്ലാ പ്രവർത്തക സമിതി വിളിച്ചിരുന്നു. ആ യോഗത്തിൽ തന്നെ അലങ്കോലപ്പെട്ടുകൊണ്ടാണ് ആ യോഗം പിരിഞ്ഞത്. രണ്ടാമതായിക്കൊണ്ട് സ്വസംഘം വിളിച്ചു, ആ സ്വസംഘം വായിച്ചു, അതിൽ ചില സംസാരങ്ങൾക്ക് വരികയുണ്ടായി. അവിടുന്നും ഒരു യോജിപ്പിലെത്താതെ പിരിയുകയുണ്ടായത്. പിന്നീടാണ് കൊണ്ടോട്ടിയിലുള്ള DSPൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുകയും ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ചുകൊണ്ട് നല്ല രീതി റാഹത്തോടു കൂടെ നല്ല നിലക്ക് റാലി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളവിടെ പിരിഞ്ഞു പോകുന്നതാണ്. അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും മോശമായ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദരായ നമ്മുടെ മേഖലയിലെ സമസ്തയുടെ നേതാക്കൾ അവരെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ കൃത്യമായി ചില വിഷയങ്ങൾ അവരോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. എടവണ്ണപ്പാറയുടെ ചരിത്രത്തിൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവ വികാസമാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മനോഹരമായ അതിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന ഒരു റാലി ആളുകൾ കാണുമ്പോൾ വെറുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയതിൽ സമസ്തയുടെ നമ്മൾ സ്നേഹിക്കുന്ന പല ആളുകൾക്കും വലിയ വിഷമമുണ്ടായിട്ടുണ്ട്. ആ റാലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നാൾവഴികൾ ഇവിടെ വിശദീകരിക്കല്ല. എന്നിരുന്നാലും ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്, സങ്കടപ്പെടുകയാണ്. ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കെട്ടുറപ്പ് നശിപ്പിക്കുന്ന ആ തരത്തിലേക്ക് ഒരുപക്ഷെ സുന്നത്ത് ജമാഅത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഹബീബിനോടുള്ള സ്നേഹം പോലും പ്രകടിപ്പിക്കുന്ന രീതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഈ റാലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തക സമിതി ചേർന്നു. ആ പ്രവർത്തക സമിതിയിൽ തന്നെ സാധാരണ രീതിക്ക് വിപരീതമായി ആ നിലക്കാണ് അതിൻ്റെ ആദ്യ അവസാനം വരെ ഉണ്ടായത്. എന്നു മാത്രമല്ല, ആ സമയത്ത് തന്നെ അതിൻ്റെ കൃത്യമായ ഒരു പാരമ്പര്യം ഇങ്ങനെ ആണല്ലോ എന്ന് സൂചിപ്പിച്ചപ്പോൾ ആ സൂചിപ്പിച്ച പ്രവർത്തകരടക്കം മർദ്ദിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമസ്തയുടെ നിസ്വാർത്ഥരായ നേതാക്കൾ ഈ മേഖലയിൽ റാലി നടക്കണം എന്ന സതുദ്ദേശത്തോടു കൂടി തൊട്ടടുത്ത ദിവസത്തിൽ സ്വാഗത സംഘം മീറ്റിംഗ് ചേരുകയും മനോഹരമായി റഷീദിയ അറബി കോളേജിൻ്റെ അതിൻ്റെ ഹാള് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വലിയൊരു ജനവിഭാഗം ആ റാലി വിജയിപ്പിക്കാൻ ആവശ്യമായ സ്വാഗത സംഘത്തിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ വെച്ച് അഭിവന്ദരായ KS ഇബ്രാഹിം മുസ്ലിയാർ വന്നു. നല്ല രീതിയിൽ അധ്യക്ഷ ഭാഷണം നടത്തി. സമസ്ത എടുക്കുന്ന തീരുമാനം അതിന് ശക്തി പകരുക എന്നുള്ളതാണ് മേഖലയിലെ നമ്മുടെ പ്രവർത്തകരുടെ ഒരു ലക്ഷ്യം ആകേണ്ടത് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും തക്ബീർ ധ്വനികളോടുകൂടി സദസ്സ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. ശേഷം അവിടെ വായിക്കപ്പെട്ട ലിസ്റ്റ്, അതിനിടയിൽ ഒന്ന് രണ്ട് അഭിപ്രായം വന്ന സമയത്ത് ഈ സ്വാഗത സംഘ ലിസ്റ്റ് ഇവിടെ ഔട്ട് ചെയ്തതിന് ശേഷം, വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം എന്ന ഒരു അഭ്യർത്ഥന മാനിച്ച് സദസ്യർ മുഴുവനും നിശബ്ദരായിരിക്കുകയും വായിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും അതൊരു പ്രഖ്യാപനമല്ല, വായിച്ചു കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാൻ അവസരമെത്തിയ സമയത്ത് ഒരു പ്രവർത്തകൻ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആ ഒരു വിഷയം വന്നപ്പോഴേക്കും നാല് ഭാഗത്തുനിന്ന് ഒച്ചപ്പാടുണ്ടാക്കി ആ ഒരു സ്വാഗത സംഘത്തെ അലങ്കോലമാകുന്ന രീതിയിലേക്ക് വഴിമാറുകയും ഏകപക്ഷീയമായ രീതിയിൽ ഇത് പിരിച്ചുവിട്ടു എന്നും പറഞ്ഞ് അവിടെ വീണ്ടും സംസാരങ്ങളുണ്ടായി. വാഴക്കാട് പോലീസ് വന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെയാണ് അവിടുന്ന് പിരിഞ്ഞു പോയത്. അതിന് ശേഷം സ്റ്റേഷൻ വാഴക്കാട് വെച്ച് ഒന്ന് രണ്ട് ചർച്ചകൾ, അവസാനം DYSPയുടെ ഓഫീസിൽ വെച്ച് അവിടെ വെച്ചും ചർച്ചകൾ നടന്നു. ഇതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയം, ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തകർ, അതിൻ്റെ നേതാക്കൾ ഒക്കെ നമ്മളോട് പറയുന്നതും നമ്മൾ ചെയ്തു പോരുന്നതും വളരെ മനോഹരമായി ഒറ്റക്കെട്ടായി പൊതുസമൂഹത്തിന് നല്ല സന്ദേശം ലഭിക്കുന്ന റാലി നടത്തണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഓരോ ചർച്ചയിലും, പോലീസിൻ്റെ മുന്നിലിരുന്ന ചർച്ചയിലും ആ സമയത്തൊക്കെ മസ്ലഹത്തിൻ്റെ വഴി വേണ്ട എന്നും ഞങ്ങൾ ഇതങ്ങനെ നടത്തുമെന്നും എന്ന വാശിയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഒരു വീഡിയോ ഇറക്കി അങ്ങനെയൊക്കെ ഉണ്ടായുള്ള ആ വിഭാഗം ആളുകൾ മുന്നോട്ട് പോയത്. പക്ഷേ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ യാഥാർത്ഥ്യത്തോട് നിരക്കാത്ത വാസ്തവ വിരുദ്ധമായ ഒരുപാട് വിഷയങ്ങൾ അതിൽ കടത്തിക്കൂട്ടി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കും എന്ന നിലയിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർ നമുക്കറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതിയും ലൈനൊക്കെ ഈ പ്രദേശത്തുകാർക്കറിയാം. ആ വിഷയത്തിലൊരു മറുപടിക്ക് അർഹിക്കുന്നില്ല എന്നു പറഞ്ഞ് മാറി നിന്നെടുത്ത് പലരും ഈ വിഷയം അന്വേഷിച്ച് എന്താണ് DYSP ഓഫീസിൽ നടന്നത്, എന്ത് ചർച്ചയാണ് നടന്നത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോൾ കൃത്യമായ സത്യം ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, എന്നാൽ ഇത്
ജനങ്ങൾക്ക് കൂടി അറിയേണ്ടതുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങളിങ്ങനെ അതിന് ഒരു മറുപടിയായി ഇതങ്ങനെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഇത് നിഷ്പക്ഷരായ ജനങ്ങൾക്ക് ഇത് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായത്. ഈ സമയത്ത് ഇതിന് 2 ചർച്ചകൾ വാഴക്കാട് വെച്ച് നടന്ന് തീരുമാനമാകാതെ അവസാനം DYSP ഓഫീസിലേക്ക് വിളിക്കപ്പെടുകയും ആ പോയ കൂട്ടത്തിൽ ഞാനും അതിലൊരംഗമായിരുന്നു. വളരെ കൃത്യമായി നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ വന്ന ആളുകളൊക്കെ വിഷയം പറഞ്ഞു. DYSPക്കും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതും മാത്രമല്ല, ഇവിടെ നടക്കേണ്ടതും ഒരു മസ്ലഹത്താണ്. ഇതിൻ്റെ പേരിൽ ജനങ്ങൾ ഭിന്നിപ്പുണ്ടാകരുത് എന്നുള്ള ഒരു സ്വരം, എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഞങ്ങൾക്കുള്ള വലിയൊരു ആശങ്ക, നേരത്തെ ആ സ്വാഗത സംഘ മീറ്റിങ്ങിൽ ഒരു ചോദ്യം ഉന്നയിച്ചതാണ്, ബഹുമാനപ്പെട്ട സമസ്തയെ അംഗീകരിക്കാത്ത ആളുകൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സമിതിയിൽ നിന്ന്, അതിൻ്റെ 26 അംഗ സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾ എന്ന് മാത്രമല്ല, സമസ്തയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് മേഖലയിൽ SYSൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രദേശത്തെ മേഖലയിലെ പല സ്ഥലങ്ങളിലും ആ നിലക്കുള്ള ആളെ ചേർക്കലും യൂണിറ്റ് ഉണ്ടാക്കലും തുടങ്ങിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഏറ്റവും ലാസ്റ്റ് സുപ്രഭാതം എന്ന സമസ്തയുടെ മുഖപത്രം, ആ പത്രം അതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഒരു മദ്രസയിൽ നിന്ന് ഒരംഗത്തെ പോലും ചേർക്കാൻ കഴിയാതെ വന്ന സമയത്ത് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി, ഞങ്ങളെ കമ്മിറ്റി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഒന്നുപോലും നിങ്ങൾ ചേർക്കാൻ പാടില്ല എന്നാണ്. ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഒരു സമസ്ത എന്ന ഒരു ലെവലിൽ, ആ ഒരു ലേബലിൽ അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കീ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു ക്രൗഡ് ആ നിലക്കാണ് അതിനെ ക്രോസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും മസ്ലഹത്താണ് നമ്മൾ ആവശ്യപ്പെട്ടതും, അല്ലെങ്കിൽ മസ്ലഹത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതും, അതാണ് ഇഷ്ടപ്പെടുന്നതും. വിയോജിപ്പുകൾ എമ്പാടുമുണ്ട്, ഒരുപാട് വിയോജിപ്പുകളുണ്ട്. എന്നിരുന്നാലും CAC അടക്കമുള്ള വിഷയം, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല, ആ വിഷയത്തിലെ 8 അംഗ സമിതി ഉണ്ടാക്കിയതും സമിതി ഒരു കാര്യം തീരുമാനിച്ചതും ആ തീരുമാനം ഒരു വർഷമായിട്ട് നടപ്പിലാക്കാത്തതും എന്നുമാത്രമല്ല, ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി രാജിവെച്ച അടക്കമുള്ള വിഷയങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിലേക്ക് വിഷയം കടക്കുന്നില്ല. അതേ സമയത്ത് അങ്ങനെ ഒരു മസ്ലഹത്തിലേക്ക് വരണമെന്ന ഒരു വിഷയത്തിലെത്തിയ സമയത്ത് ഞങ്ങൾ ഉന്നയിച്ചൊരാവശ്യം ഉണ്ടായിരുന്നു, ഡേറ്റ് മാറ്റണമെന്ന്. ഞങ്ങൾ ന്യായമായും അത് പറയാനുണ്ടായ സാഹചര്യം, നല്ലൊരു ശതമാനം ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരാളുകൾ റാലിക്ക് സമസ്തയുടെ ബാനറിൽ കൊടി പിടിച്ച് നിൽക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രയാസമാണ് എന്ന് പറഞ്ഞ വലിയൊരു ക്രൗഡ്, ആ ക്രൗഡിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് 2 ദിവസം സമയം ആവശ്യമാണ് എന്ന നിലക്ക് ഡേറ്റ് നീട്ടിത്തരാൻ ആവശ്യപ്പെട്ട സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്, ഈ ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓണം വരികയാണ്, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ചില പരിപാടികൾ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്, അതുകൊണ്ട് ഡേറ്റ് മാറ്റുന്നിടത്ത് പ്രയാസമുണ്ട് എന്ന്. സ്വാഭാവികമായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞൊരു വിഷയം, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 കീ പോസ്റ്റ്, ആ കീ പോസ്റ്റിൽ നിന്ന് നേരത്തെ നമുക്ക് മസ്ലഹത്താണല്ലോ, സ്വാഭാവികമായും വിട്ടുവീഴ്ചകൾ ഇതിൽ അനിവാര്യമാണ്. 2 കൂട്ടം വിട്ടുവീഴ്ച ചെയ്ത് മനോഹരമായ റാലി, അതായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതും എല്ലാവരും ആഗ്രഹിച്ചതും. ആ ഒരു അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് ആ ട്രഷററെ മാറ്റി പകരം മറ്റൊരാളെ അതിലേക്ക് നിയോഗിക്കണം, എന്നാൽ ജനങ്ങൾ കൺവിൻസ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ അവിടെ സംസാരിക്കാമെന്നവർ ഒരു നിലക്കും അത് ഞങ്ങൾ അംഗീകരിക്കൂല, അത് ഉപയോഗിച്ച വാക്ക് ഞങ്ങൾക്ക് വാശിയാണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞത്, സാറേ ഈ വിഷയം ഞങ്ങൾ വന്നത് മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്, ഇത് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ഇടയിൽ ഇത് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ ഉയർന്നു വന്നതുപോലെ കേവലം ഒരു 2 മണിക്കൂർ പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ ഒരു അധ്യക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രഷറർ സ്ഥാനത്ത് കീ പോസ്റ്റിൽ നിന്ന് 3 കീ പോസ്റ്റാണ്, ഒന്ന് ചെയർമാൻ, ഒന്ന് കൺവീനർ, ഒന്ന് ട്രഷറർ. ഈ ഒരു പോസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഇത് മാറണം എന്ന് പറയാനുണ്ടായ കാരണം ആ നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം മോഹിച്ചിട്ടല്ല, മറിച്ച് ആ സ്ഥാനത്തിരിക്കുന്ന
ആളായിരുന്നു നേരത്തെ പ്രശ്നം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സ്വാഗത സംഘത്തിൽ അലങ്കോലായത്. അദ്ദേഹത്തെ ആ കീ പോസ്റ്റിൽ നിന്ന് മാറ്റണം എന്നായിരുന്നു സമസ്ത പ്രവർത്തകരുടെ വികാരം. ആ വികാരം അറിയിക്കാനാണ് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയത്. ആ വികാരം കൃത്യമായി രേഖപ്പെടുത്തിയപ്പോൾ ഒരു നിലക്കും മാറൂല എന്ന് പറഞ്ഞു. പക്ഷേ DYSP വളരെ കൃത്യമായി വിഷയത്തിൽ ഇടപെട്ടു. അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു റൂട്ട് എന്താണെന്നും ഈ വിഷയത്തിൽ രമ്യമായി പരിഹരിക്കേണ്ട അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായ അവരുടെ സാന്നിധ്യത്തിൽ അവർ പോലും ആവശ്യപ്പെട്ടു. അപ്പോഴും മാറാൻ തയ്യാറാതെ നിന്ന സമയത്ത് സമസ്തയുടെ ആ സംസാരിക്കാൻ പോയ പ്രവർത്തകർ ധീരമായി പറഞ്ഞു, ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം സമസ്തയുടെ മുഷാവറ തീരുമാനങ്ങളെപ്പോലും അംഗീകരിക്കാതെ നേരത്തെ വാഫി CAC വിഷയത്തിൽ പോലും ആ റഷീദിയയിൽ പോലും കബളിക്കപ്പെട്ടിട്ട് പോലും അവരുമായി ഒന്നിച്ച് റാലി നടത്താൻ ഒരു മസ്ലഹത്തിന് വേണ്ടി, നമുക്കറിയാം ഇസ്ലാമിക പാരമ്പര്യം അങ്ങനെയാണല്ലോ, ഹുദൈബിയ സന്ധി നമുക്ക് മുമ്പിലുണ്ട്. ജനങ്ങൾക്കിടയിൽ നാട്ടിൽ ഒരു മസ്ലഹത്തിന് വേണ്ടി നമ്മൾ തീർത്തും അതിനുവേണ്ടി നമ്മൾ ഒരു വിഷയങ്ങളിൽ ഒരു രമ്യമായി പരിഹരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചക്ക് ബഹുമാനപ്പെട്ട പ്രവർത്തകരെ അവർ കൺവിൻസ് ചെയ്ത് നേതാക്കൾ അതിനു വേണ്ടി തയ്യാറാകുന്ന സമയത്ത് പോലും ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒരു പക്ഷേ ശരി, ആ നിലക്ക് മാറൂല എന്ന് പറഞ്ഞെടുത്തുനിന്ന് വളരെ നിർബന്ധപൂർവ്വം സമസ്തയുടെ ഈ ആവശ്യം അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം അവതരിപ്പിച്ചപ്പോൾ നിർബന്ധിതനായി ആ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ 3 കീ പോസ്റ്റിൽ നിന്ന് മാറിയ സമയത്ത് ആ വിഷയം രമ്യമായി പരിഹരിച്ചു. എന്നു മാത്രമല്ല, നേരത്തെ ആ വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ട പോലെ വളരെ സൗഹാർദ്ദത്തോടു കൂടി പരസ്പരം കൈകൊടുത്ത് വളരെ നല്ല രീതിയിൽ പിരിഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കണം എന്ന രീതിയിൽ പിരിഞ്ഞ ഒരു പരിപാടി. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവിടെയാണ് ഏറ്റവും വേദനാജനകമായ വിഷയം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിഷയം. നേരത്തെ ഇതിൻ്റെ പ്രവർത്തക സമിതി ചേർന്ന സമയം മുതൽ പ്ലാൻഡായിട്ട് ഈ നാട്ടിൽ വിവാദമുണ്ടാക്കണം, ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കണം എന്ന ധ്വനി വരുന്ന രീതിയിലുള്ള പ്രവർത്തക സമിതിയിലുണ്ടായത്. സ്വാഗത സംഘം കൂടിയപ്പോഴും അങ്ങനെ ഉണ്ടായത്. അത് കഴിഞ്ഞ് കൈ കൊടുത്ത് സൗഹാർദ്ദത്തിൽ പിരിഞ്ഞ് വളരെ മനോഹരമായ രീതിയിൽ റാലി വിജയിപ്പിക്കാൻ ആവശ്യമായ സംഗതികൾ, അതിന് കോർഡിനേറ്റർ പോലും നമുക്ക് നാളെ രാത്രി ഇരിക്കണം എന്നൊക്കെ നമ്മളെ പ്രവർത്തകരോട് പറഞ്ഞ് കൈ കൊടുത്ത് ദുആ ചെയ്ത് പിരിഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നീട് സംഭവിച്ചതെന്താ? തൊട്ടടുത്ത ദിവസം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരികയാണ്. ഇതിൽ സമസ്തയുടെ പ്രവർത്തകർ അതിൻ്റെ ആലിമീങ്ങളെ ഒരു കാരണവശാലും റാലിയുടെ മുൻവശത്ത് നിർത്താനേ പാടില്ല എന്ന്. പ്രത്യേകിച്ചും ഈ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മമ്മുദാരിമി ഉസ്താദ. നമ്മളൊക്കെ ഒരു പരിപാടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴാണ് വരിക? പലരും വരൽ അതിൻ്റെ ലാസ്റ്റ് സമയത്ത് കുപ്പായിട്ട് റാലിയിൽ അവിടെ നിൽക്കാനാണ് വരിക. അതേ സമയത്ത് അതിൻ്റെ A to Z വരെ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായി ഇടപെടുന്ന മമ്മുദാരിമി ഉസ്താദ് അടക്കമുള്ള ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളെ മുഴുവനും റാലിയിൽ ഒരാളെയും അവരൊക്കെ ബാക്കിൽ എവിടെയെങ്കിലും നിന്നോട്ടെ എന്ന നിലക്ക് കമൻറ്റുകൾ. എന്ന് മാത്രമല്ല, ഇദ്ദേഹം അതിൻ്റെ ട്രഷററായിട്ട് ആ കമ്മിറ്റിയുടെ ട്രഷററാണ്. ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് അവർ പറയുക. ഒരു നയാ പൈസ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ തുടങ്ങി ഈ റാലി മുഴുവൻ പ്ലാൻഡായിട്ട് തുടക്കം മുതൽ ആ ഒരു സൗഹാർദ്ദ ചർച്ച കഴിഞ്ഞതിന് ശേഷം പോലും ഇത് അലങ്കോലാക്കാൻ വേണ്ടിയിട്ട് ആലിമീങ്ങളെ മാറ്റി നിർത്തണം എന്ന രീതിയിൽ ചർച്ച വരികയും അതിനോട് അനുബന്ധമായ പ്രവർത്തനമാണ് തുടക്കം മുതൽ കാണാൻ കഴിഞ്ഞത്. ബാനർ പിടിക്കുന്ന സമയത്ത് ഇതിനെ കോർഡിനേറ്ററും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഈ പരിപാടി മേഖലയിലെ ഇത്തരം സമസ്ത അതിൻ്റെ ബാനറിൽ നടക്കുന്ന പരിപാടികൾക്ക് കൃത്യമായ രീതിയിൽ അതിനെ നേതൃത്വം കൊടുത്ത് അതിൻ്റെ വോളണ്ടിയർ സിസ്റ്റം ആ സ്വാഗത സംഘം മീറ്റിംഗ് കൂടിയ സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ട്, മർഹൂം അസി അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ, അവരെ നേതൃത്വത്തിലുള്ള STU മേഖല വിഖായ കമ്മിറ്റി ഇവരാണ് ഇതിൻ്റെ വോളണ്ടിയർ സിസ്റ്റം, ഇതിൻ്റെ ക്രമസമാധാനം, ഇതിൻ്റെ അച്ചടക്കം മുഴുവൻ അവരെ കയ്യിലാണ്, അവരത് നിയന്ത്രിച്ചും പോരല്ലേ. അങ്ങനെ പോരുന്ന ഒരു പരിപാടി, ആ പരിപാടി അവരെ കയ്യിൽ ബാനർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നേരത്തെ വിഖായയുടെ സമാന്തരമായിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട വിഷയം, എല്ലാ മേഖലയിലും സമാന്തര SYS കമ്മിറ്റി ഉണ്ടാക്കിയതുപോലെ സമാന്തര കുപ്പായിട്ട് അങ്ങനെ ചില ആളുകൾ വന്ന് നമ്മളെ പ്രവർത്തകരുടെ അടുക്കൽ നിന്ന് ഈ ബാനർ ചോദിച്ചു വാങ്ങിയപ്പോൾ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങളാണത് പിടിക്കൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നേതാക്കൾ പറയട്ടെ എന്ന് പറഞ്ഞു. നേരത്തെ സംയമനത്തിന് വേണ്ടി സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ നേതൃത്വമൊക്കെ അവിടെ ഉണ്ട്, കോർഡിനേറ്റർ അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ മൗനം സമ്മതം കൊടുത്ത് നേരത്തെ പറഞ്ഞ കൂട്ടിട്ട ആളുകൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് സമസ്തയുടെ നിസ്സാർത്ഥരായ പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുത്ത് വിട്ടു. അവിടെ മുതൽ പ്രശ്നം തുടങ്ങി.
അങ്ങനെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്ലാൻഡായ പരിപാടി. ഇത് കീറിയതാരാ? ഇത് ബാനർ കീറിയതാരാ? വിഖായ പ്രവർത്തകരല്ല. ആ കോട്ടിട്ട് വന്ന് ഈ ബാനർ കീറിയത് ആ പുതിയ കോട്ടിട്ട ആളുകളാണ്. ആ കോട്ടിട്ട് അവർ പ്ലാനായിട്ടുള്ള പരിപാടി അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു ബാനർ അവിടെ എത്തുകയാണ്. അതൊരു പൊടിയൊന്നുമില്ല, ചളിയില്ലാതെ, ഇതൊക്കെ വളരെ കൃത്യമായ പ്ലാൻഡായ പരിപാടിയാണ്. അങ്ങനെ കൊണ്ടുവന്ന് അവസാനം അവർ പ്രഖ്യാപിച്ച പോലെ എടവണ്ണപ്പാറയുടെ ഹൃദയഭാഗത്ത് എത്താൻ നേരത്ത് ഇതിൻ്റെ അഭിമന്യരായ, ഇതിൻ്റെ വർഷങ്ങളായി ഇതിൻ്റെ വൈസ് ചെയർമാനും കഴിഞ്ഞ 2-3 വർഷമായി ഇതിൻ്റെ അധ്യക്ഷ പദവി ബഹുമാനപ്പെട്ട KS ഉസ്താദിന് അസുഖമായപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മമ്മൂദാരി ഉസ്താദ് അവർകളെ, അതിൻ്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അദ്ദേഹത്തെ അത് മാറ്റി നിർത്തിയിട്ട്, ഇത് പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുക, ഇവർ പ്ലാൻ ചെയ്തതാണ് ഒക്കെ മാറ്റി നിർത്തണമെന്ന്. സ്വാഭാവികമായിട്ടും ഉസ്താദിനെ മുന്നിലേക്ക് നിൽക്കേണ്ട ആളെ മുന്നിലേക്ക് നിർത്താൻ പ്രവർത്തകർ മുന്നോട്ട് വന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അവരെ ആ ഒരു ഗുണ്ട സ്റ്റൈലിൽ വന്നിട്ട് പ്രവർത്തകരോട് തല്ലുകയും ഉന്തും തള്ളു ഉണ്ടാക്കുകയും ആളുകൾ കാണുന്ന എന്ന യാതൊരുവിധ ഒരു വിഷയവുമില്ലാതെ ഈ പറഞ്ഞ ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് എടവണ്ണപ്പാറയിൽ നമ്മൾ അവസാനമായി കണ്ടത്. അങ്ങനെ ഇത് മുന്നോട്ട് പോയത്. ഇത് വീഡിയോ ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. ഇങ്ങനൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് ആ പരിപാടി പ്ലാൻ ചെയ്ത് കുളമാക്കാനും കലക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഇരുന്ന് ആലോചിച്ച് അതനുസരിച്ച് പ്രവർത്തനം നടത്തി അവസാനം സമസ്തയുടെ ആലിമീങ്ങളെ, ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലെ വിഖായയുടെ പ്രവർത്തകരെ കരുവാക്കി രക്ഷപ്പെടാമെന്നുള്ള ഒരു വിചാരത്തിൽ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾ ഇറക്കേണ്ടി വന്നത്. ഒരിക്കലും നമുക്കറിയാം 10-60 മഹല്ലുകൾ അടങ്ങുന്ന ഒരു സംവിധാനമാണ് ഈ സംഗതി. ഒരുപക്ഷെ ഇത് ഈ സമസ്ത കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സമസ്തയുടെ പോഷക ഘടകങ്ങളാണ് ഇതിലുണ്ടാകുക. എന്നാൽ ആ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഈ മഹല്ലുകൾ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് ഈ പരിപാടി നടക്കുക. ഇത് പ്രശ്നമായത് ആ വിഷയത്തിൽ നമുക്കറിയാം, ഇതിൽ വിരലിൽ എണ്ണാവുന്ന മഹല്ലുകളിൽ മാത്രമേ ഈ സമയത്ത് ഇതിൻ്റെ പ്രചരണം, ഇതിൻ്റെ കലക്ഷൻ ഒക്കെ നടന്നിട്ടുള്ളൂ. ആലോചിച്ചറിയാം, ഓരോ നാട്ടിലും നടന്നത് ഓരോരുത്തർക്ക് അറിയാലോ. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ഇതിൻ്റെ കലക്ഷൻ നടന്നിട്ടുള്ളൂ ഈ പ്രശ്നമായിട്ട്. എന്ന് മാത്രമല്ല, എത്രയോ ദഫ് സംഘങ്ങൾ അണിനിരക്കുന്ന റാലിയിൽ വിരലെണ്ണാവുന്ന ആളുകളെ വന്നിട്ടുള്ളൂ. ഈ ഒരു മെസ്സേജ് അവർക്ക് നാട്ടിലാകെ പരന്നുപോയി. എന്നാൽ അതിനൊക്കെ മറികടന്ന് വളരെ നല്ല രീതിയിൽ നടക്കേണ്ട ഒരു പരിപാടി, അത് അവസാനം അവിടെ ഒരു സ്റ്റേഷൻ മാർച്ച് പോലെ നടത്തിയ പ്രഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രദേശത്ത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ അതിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ജനങ്ങളെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്ത പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത ഉണ്ടാക്കാനോ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കലോ നമ്മുടെ ലക്ഷ്യമല്ല. വളരെ കൃത്യമായി സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ പ്രവർത്തകരായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഗുണ്ടായിസത്തിലൂടെ മറ്റേതെങ്കിലും തലത്തിലൂടെ ഇല്ലായ്മ ചെയ്യാനും നശിപ്പിക്കാനും മുന്നോട്ട് വരുമ്പോൾ ഇല്ല, ഞങ്ങൾ ആദർശ ശുദ്ധിയോടുകൂടി ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തകരായി ആ ദഅവത്തുമായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. എല്ലാവരെയും, അവിടെ റാലി പ്രശ്നമുണ്ടാക്കിയ ആളുകളെയും അതുപോലെ തന്നെ മഹല്ല് നിവാസികളെ ഒക്കെ ഈ ഒരു ദൗത്യത്തിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അതിലാണ് നമുക്ക് വിജയമുള്ളൂ. അതിനുവേണ്ടി നിങ്ങളൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു സമയത്ത് പോലും പ്രശ്നത്തിന് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, വളരെ സൗഹാർദ്ദത്തിൽ പോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ പറഞ്ഞ വിയോജിപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ മുന്നോട്ട് പോയത്. ഇൻഷാ അല്ലാഹ് വളരെ സൗഹാർദ്ദത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ മാർഗത്തിൽ ഒത്തൊരുമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. വളരെ ദൗർഭാഗ്യകരമായ അത്തരം വിഷയങ്ങളിൽ അത്തരം ഒരു വിഷയം ഉണ്ടാക്കാൻ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഷയത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ കൃത്യമായി അത്തരം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ചർച്ചകളും സെമിനാറുകളും നല്ല ആരോഗ്യകരമായ ഇടപെടലുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നടന്ന വിഷയത്തിലെ തെറ്റിദ്ധാരണ അകറ്റുക എന്നുള്ളതായിരുന്നു. അല്ലാഹു തആല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ, സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകാൻ നാഥൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും പരിശുദ്ധ ഹബീബിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത എടവണ്ണപ്പാറ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് മഹല്ലുകളുടെ ഏകോപനമാണ് എന്നുള്ള രീതിയിൽ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമസ്ത എടവണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എടവണ്ണപ്പാറ മേഖലയിലെ 60ഓളം മഹല്ലുകൾ ഉൾക്കൊള്ളുന്ന മേഖലയിലെ സമസ്തയുടെ
സംഘടനാ ഭാരവാഹികൾ, അതായത് മേഖലയുടെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, റേഞ്ച് മാനേജ്മെൻറ്റ് കമ്മിറ്റി, SYS, SKSF ഉൾക്കൊള്ളുന്ന സമസ്തയുടെ പോഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് സമസ്ത എടവണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം മീറ്റിങ്ങിൽ അഭിപ്രായം പറയാൻ അവസരം നൽകിയ സമയത്ത് അവിടെ കൂടിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്ത വാഫി വിഷയത്തിൽ അതിനെ എതിർത്ത് നിന്ന ആളുകളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ചർച്ച നടത്തി കീ പോസ്റ്റിലേക്ക് ഒരാൾ വന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ അവസാനിച്ചോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പലരും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ചോദ്യത്തിലുള്ളതുപോലെ തന്നെ സ്വാഗത സംഘം മീറ്റിങ്ങിൽ പ്രവർത്തകരെ ഉന്നയിച്ചൊരു വിഷയം ഇതായിരുന്നു. സമസ്തയുടെ ഇത്തരം വിഷയങ്ങളിൽ പല വിഷയങ്ങളുമുണ്ട്. നേരത്തെ ഞാൻ എൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, എന്ന് മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റായി സുപ്രഭാതം ദിനപത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിൽ ഒരു മദ്രസയിലെ മുഴുവനും ഉസ്താദുമാരെ പോകരുത് എന്ന് പറഞ്ഞ ആ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളുകൾ, അപ്പോൾ അതിൽ ഇതിൻ്റെ കീ പോസ്റ്റിൽ വന്നത് ഒരു പ്രശ്നം എന്ന നിലക്ക് ഉന്നയിച്ചിരുന്നല്ലോ. നമ്മൾ ഈ മസ്ലഹത്തിന് വേണ്ടിയിട്ട് നിലവിൽ ആ പോസ്റ്റിൽ നിന്ന് മാറിയിട്ട്, അപ്പോഴും നേരത്തെയുള്ള CAC അടക്കമുള്ള വിഷയങ്ങൾ, റഷീദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വിയോജിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാട്ടിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി, ഒരു മസ്ലഹത്തിന് വേണ്ടി, ഇവിടെ പ്രയാസം ഉണ്ടാകരുത്, ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാകരുത്, റാലി ആ കാരണം കൊണ്ട് ഒരു അലങ്കോലമാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്കും നമ്മുടെ നേതൃത്വത്തിനും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ഉള്ളതുകൊണ്ട് മാത്രമാണ് കീ പോസ്റ്റിൽ നിന്ന് മാറി നിന്ന്, എന്നിട്ടും ആ ഒരു വിയോജിപ്പുകളൊക്കെ ഉണ്ടായിട്ടും അംഗീകരിക്കാൻ കാരണം നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഞാൻ വിശദീകരിച്ചതുമാണ്. DYSP ഓഫീസിൽ വെച്ച് ചർച്ച നടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഈ ആളുകൾ തയ്യാറായിരുന്നുവെന്നും, എന്നാൽ പോലീസ് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് സ്വാഗത സംഘ കമ്മിറ്റിയിൽ പോലും ഒരാളെ പുതുതായിട്ട് ചേർക്കാൻ പോലീസാണ് സമ്മതിക്കാത്തത് എന്നും ഈ വീഡിയോയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നിലവിലെ DYSP ഓഫീസിൽ ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് അത്ര നീണ്ട ഒരു സമയം ചെലവഴിച്ചത് ആദ്യമായിട്ടായിരിക്കും. 3 മണിക്കൂർ നേരം ആ ഓഫീസിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ വളരെ സൗഹാർദ്ദപൂർവ്വം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ അതിന് വെച്ച നമ്മുടെ ഡിമാൻഡ് ഈ കീ പോസ്റ്റിൽ നിന്ന്, അതായത് ഇതിൻ്റെ 3 പോസ്റ്റ് പ്രധാനപ്പെട്ട പോസ്റ്റിൽ നിന്ന് ആ ട്രഷറർ സ്ഥാനം മാറണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. വളരെ കൃത്യമായി അവർ പറഞ്ഞു വാശി തന്നെയാണ്, ഞങ്ങൾ മാറൂല എന്ന്. പക്ഷേ ഇത് DYSPക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നേരത്തെ ഒരു പരിപാടിൻ്റെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് പോലും മാറി നിൽക്കാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസിന് കൃത്യമായി ഇത് വിഷയം മനസ്സിലായിട്ടുണ്ട്. അവർ തയ്യാറായിട്ടില്ല. പോലീസല്ല അവസാനം നിർബന്ധിതരായിട്ട്, അല്ലെങ്കിൽ ഈ വിഷയം പോലീസിനും ബോധ്യപ്പെട്ടു, സമസ്തയുടെ പ്രവർത്തകർ പറഞ്ഞ് തീർത്തും ന്യായമാണ്, ആ ന്യായത്തിൻ്റെ പക്ഷത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇത് ഏത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് എന്നൊരു വിഷയം ഉണ്ടായിട്ടില്ല. അതൊക്കെ തീർത്തും അവാസ്തവമാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയം അവിടെ ഇരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നത് ഇരട്ട വിഷയത്തിന് വേണ്ടിയിട്ടാണ്. അവസാനം ഈ 3 മണിക്കൂറിൽ അവസാനം നടന്ന ആ ഒരു മാറുന്ന ആ ഒരു വിഷയത്തിലേക്ക് നേരത്തെ അവർ തയ്യാറായിരുന്നെങ്കിൽ പ്രശ്നം തന്നെ അല്ലായിരുന്നു. ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. പക്ഷേ പോലീസിനും കൂടിയ ആളുകൾക്കും ബോധ്യപ്പെട്ടു, മാത്രമല്ല അവരെ കൂട്ടത്തിൽ ചർച്ചയ്ക്ക് വന്ന ആളുകൾക്ക് പോലും ബോധ്യപ്പെട്ടു ഇതിൻ്റെ ഒരു നിജസ്ഥിതി. അതുകൊണ്ട് തന്നെ അവരെന്നെയാണ് പറഞ്ഞത്, ഇതാ പറഞ്ഞത് ന്യായമാണ്. ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി നിർബന്ധിതരായപ്പോൾ ഉണ്ടായ ഒരു മാറ്റം മാത്രമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്.